ഹായ് ഓൾ, ഡ്രീമി ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പ്നെയിൽ കണ്ടതുപോലത്തെ ഒരു ടോപ്പിക്ക് തന്നെയാണ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ പ്രൊഡക്റ്റീവ് മോർണിംഗ് റുട്ടീനെ പറ്റിയാണ്. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മോർണിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള 10 ഹാബിറ്റ്സ് ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഞാൻ ഒരു മോർണിംഗ് പേഴ്സൺ അല്ലായിരുന്നു. ബട്ട് എനിക്ക് എൻ്റേതായ കുറച്ച് ടൈം വേണം, എനിക്ക് പ്രൊഡക്റ്റീവ് ആവണം, എനിക്ക് കുറച്ച് മോട്ടിവേറ്റഡ് ആവണം എന്നുള്ളത് കൊണ്ട് ഞാൻ 5:30 എന്നുള്ള ടൈമിലാണ് എഴുന്നേറ്റുകൊണ്ടിരുന്നത്. അത് ഞാൻ 5 മണിയിലോട്ട് മാറ്റി. അപ്പോൾ എനിക്കൊരു ഹാഫ് ആൻ അവർ കിട്ടും. ആ ഒരു ഹാഫ് ആൻ അവർ എനിക്ക് ഒരുപാട് ടൈമും ഒരുപാട് കാര്യങ്ങളും ചെയ്യാൻ പറ്റിയൊരു ടൈമാണ്. അത് ഞാൻ എങ്ങനെ ആ ഹാഫ് ആൻ അവർ എങ്ങനെ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നതെന്നും കൂടെ ഞാനിവിടെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു സ്പീക്കിംഗ് അലാറമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈവനിങ് സെറ്റ് ചെയ്തിട്ട് കിടക്കും. ഫോൺ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നോക്കാറില്ല. ഒരു 3 അവേഴ്സെങ്കിലും ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സ്പീക്കിംഗ് അലാറം കേട്ട് എഴുന്നേൽക്കും. അതിനകത്ത് പോസിറ്റീവ് അഫർമേഷൻസ് കുറേ വെച്ചിട്ടുണ്ട്. ഗെറ്റ് അപ്പ് ഡിയർ വിത്ത് എ ബ്യൂട്ടിഫുൾ സ്മൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് പോസിറ്റീവ് അഫർമേഷൻ എനിക്ക് മോട്ടിവേറ്റഡ് ആവാനായിട്ടുള്ള അഫർമേഷൻസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ മീൻസ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കേട്ട് ഞാൻ കുറച്ചൊന്ന് മോട്ടിവേറ്റഡ് ആയിട്ടൊരു പോസിറ്റീവ് സ്മൈലോട് കൂടി എഴുന്നേൽക്കും. എഴുന്നേറ്റ് ചടപടേന്ന് എഴുന്നേൽക്കില്ല. എഴുന്നേറ്റ് ജസ്റ്റ് ഒരു മിനിറ്റ് സമാധാനമായിട്ട് ആ ബെഡിലൊന്നിരിക്കും. ദൈവത്തോട് നന്ദി പറയും. ഇന്നത്തെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേ എനിക്ക് സമ്മാനിച്ചതിന് ദൈവത്തോട് ഒരുപാട് നന്ദി പറയും. ജസ്റ്റ് ഒരു മിനിറ്റ് നമുക്കൊരു പോസിറ്റീവ് വൈബാണത്. അങ്ങനെ ദൈവത്തോട് നന്ദി പറഞ്ഞ ശേഷം ഞാൻ അലാറം ഇത് ഒരു ഇച്ചിരി ദൂരെയാണ് വെച്ചിരിക്കുന്നത്. നടന്നു പോയി ഓഫ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ എൻ്റെ ഉറക്കം ഏകദേശം നേരത്തെ എനിക്ക് പറ്റത്തില്ലായിരുന്നു. അത് ഓഫ് ചെയ്തിട്ട് വന്ന് കിടക്കുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇപ്പം എനിക്കത് പറ്റും. ഓഫ് ചെയ്തിട്ട് ഞാൻ കിടന്ന ഷീറ്റ് മടക്കി വയ്ക്കും. ബെഡ് മേക്കിംഗ് എന്ന് പറയുന്നതും ഒരു നീറ്റ്, നമ്മുടെ ബെഡ് ഒരു നീറ്റ് അപ്പിയറൻസ് വരുന്നത് നമുക്കതൊരു പോസിറ്റീവ് എനർജിയാണ്. കാണാനൊരു ഭംഗിയാണ്. കാണാനൊരു ഭംഗി, നമുക്കൊരു മൈൻഡിനൊരു പീസ്ഫുൾ എനർജിയാണ് തരുന്നത്. പിന്നെ നേരെ ഞാൻ വെള്ളം കുടിക്കാൻ ഇച്ചിരി മടിയുള്ള ആളാണ്. പക്ഷേ ഒരു 300 ml എങ്കിലും വാട്ടർ കുടിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ആമസോണിൽ നിന്ന് ഇതുപോലൊരു ബോട്ടിൽ ഓർഡർ ചെയ്തു. അതായത് അതിനകത്ത് മെഷർമെൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൽ നിന്നൊരു 300 ml വെള്ളം ഞാൻ കുടിക്കും. കുടിക്കും. അത് നിർബന്ധമാക്കിയ ഒരു കാര്യമാണ്. ഈവനിങ് തന്നെ ഞാൻ വെള്ളം നിറച്ച് വയ്ക്കും. അപ്പോൾ എനിക്ക് എത്ര കുടിച്ചു എന്നൊക്കെ എനിക്കുള്ള ഏകദേശം ഐഡിയ കിട്ടും. എന്നിട്ട് നേരെ ഞാൻ വാഷ്റൂമിൽ പോവും. എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിൾ മോർണിംഗ് സ്കിൻ കെയർ ആണ്. ഫേസ് വാഷ് ചെയ്യുക, മോയ്സ്ചറൈസർ ഇടുക, പിന്നെ ജസ്റ്റ് എൻ്റെ മുടിയൊക്കെ ഒന്ന് ടൈ ചെയ്ത് കെട്ടി നല്ല വൃത്തിയായിട്ട് വയ്ക്കുക. ഇത്രയാകുമ്പോൾ തന്നെ എൻ്റെ ആ ഒരു മോർണിംഗ് സ്കിൻ കെയർ കഴിഞ്ഞു. ഇത് ഞാൻ ചെയ്യുന്ന എത്ര ടൈം കൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പം 5 മണിക്ക് അലാറം കേട്ടു. ഒരു 5 വരെ ഞാൻ ജസ്റ്റ് ഒരു പ്രയറും അല്ലെങ്കിൽ ഇതെല്ലാം മടക്കി ബെഡ്ഷീറ്റൊക്കെ മടക്കി ഒരു 5 മിനിറ്റ്, ഒരു 5 മുതൽ 5:15 വരെ അല്ലെങ്കിൽ ഞാൻ വാഷ്റൂമിൽ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ മെയിൻ ഭാഗത്തിലോട്ട് കടക്കുന്നത്. അതാണ് സേവേഴ്സ് ചിലർക്കൊക്കെ അറിയായിരിക്കും, ഒരുപാട് പേർക്ക് അറിയായിരിക്കും. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. സേവേഴ്സ് വേറൊന്നുമില്ല, എസ് ഫോർ സൈലൻസ്. നമ്മൾ ജസ്റ്റ് കുറച്ച് സമയം സൈലൻ്റ് ആയിട്ടിരിക്കുക. നമ്മുടെ ഇന്നർ പവറിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുക. അപ്പം ഞാൻ ആ സമയത്ത് മെഡിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് 5 മിനിറ്റ്സ് ഗൈഡഡ് മെഡിറ്റേഷൻ ഞാൻ ഫോണിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ നെറ്റ് ഓണൊന്നും ചെയ്യത്തില്ല. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത വീഡിയോ ആണ്. അത് 5 മിനിറ്റ് കേൾക്കും. ആ സമയത്ത് തന്നെ ഞാനൊന്ന് വിഷ്വലൈസേഷനും കൂടെ ചെയ്യും. അന്നത്തെ ഡേ എങ്ങനെയായിരിക്കും എന്ന് വിഷ്വലൈസ് ചെയ്യും. ആ സമയം പോസിറ്റീവ് അഫർമേഷൻസ് ഉണ്ടെങ്കിൽ ഞാനൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വായിക്കും ജസ്റ്റ്. അപ്പോൾ അന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് വിഷ്വലൈസ് ചെയ്യും. എസ് ഫോർ സൈലൻസ്, അത് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യും. എ ഫോർ അഫർമേഷൻ, ഞാൻ പോസിറ്റീവ് അഫർമേഷൻ പറയും. വി ഫോർ വിഷ്വലൈസേഷൻ, അന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് ഞാൻ വിഷ്വലൈസ് ചെയ്യും പോസിറ്റീവായിട്ട് തന്നെ. പിന്നെ ഇ ഫോർ എക്സസൈസ്. എന്തെങ്കിലും എക്സസൈസ്, സ്ട്രെച്ചിങ് എക്സസൈസിൽ ഒരു 5 മിനിറ്റ്സ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചു. ഇതെല്ലാം ഞാൻ 5 മിനിറ്റ്സ് ടൈമർ സെറ്റ് ചെയ്താണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരുപാട് സമയം അതിനായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഒന്നിനും സമയം കിട്ടാത്ത പോലെ, അത് തന്നെ എനിക്ക് സ്ട്രെസ്സായി. അങ്ങനെയാണ് ഞാൻ ഇത് ടൈമർ സെറ്റ് ചെയ്തത്. പിന്നെ ആർ ഫോർ റീഡിങ്. എൻ്റെ ഹാബിറ്റിലുണ്ട ഒരു കാര്യമേ അല്ല, പക്ഷെ ഇതൊരു ഹാബിറ്റ് ആക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. 2 മാസം കൊണ്ടാണ് ഞാൻ ഈ 5 മണിക്ക് എഴുന്നേൽക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ തൊട്ട് ഞാൻ ആ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. ഒരു ബുക്ക് വായിച്ച് തീർത്തു. ദുർഗാ മനോജിൻ്റെ ആകാശത്തിന് ഉയരെ എന്നൊരു ബുക്ക് ഞാൻ വായിച്ചു. ഇപ്പം ഞാൻ അറ്റോമിക് ഹാബിറ്റ്സ് ആണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല ബുക്കാണ്. ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ സൂപ്പർ ബുക്കാണ്. 1% ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഡെയിലി കൊണ്ടുവരാൻ പറ്റുമെന്ന് കാണിക്കുന്ന, അത് നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു ബുക്കാണ്. അത് വായിച്ച് തീരാറായി.
അത് ആണ് ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പേജ് അല്ലെങ്കിൽ 2 പേജ് ആ 5 മിനിറ്റിൽ എപ്പോൾ ടൈമർ കേൾക്കുന്നോ അപ്പം സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ. അങ്ങനെ ഞാൻ റീഡിങ്ങും എൻ്റെ ഒരു ഹാബിറ്റാക്കി അതിൽ കൊണ്ടുവന്നു. എസ് ഫോർ സ്ക്രൈബിങ്. ഓക്കെ. അതെന്ന് പറഞ്ഞാൽ ജേർണലിംഗ് എഴുതാനുള്ളതാണ്. ജേർണലിംഗ് ഞാൻ അപ്പോൾ എഴുതുന്നത് എൻ്റെ ടു ഡു ലിസ്റ്റ് ഓൾറെഡി ഞാൻ ഈവനിങ് എഴുതി വെക്കും. എന്നാലേ എനിക്ക് മോർണിംഗ് എഴുന്നേൽക്കാൻ ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. പക്ഷെ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം ഞാൻ ആ ടിക്കിട്ട് ജസ്റ്റ് എല്ലാം ടിക്കിട്ട് വെക്കുമ്പോഴത്തേക്കും അന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ എഴുതും. അപ്പോൾ എസ് ഫോർ സ്ക്രൈബിങ് അതാണ് ഈ സേവേഴ്സിൽ വരുന്നത്. പിന്നെ ഞാനൊരു സിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ക്ലീനിങ്. നോട്ട് ഫുൾ ക്ലീൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പോകുന്ന നമ്മൾ ഇപ്പം എന്നിട്ട് കിച്ചണിലോട്ട് പോകും. അതായത് 5:15 തൊട്ട് 5:45 വരെ എൻ്റെ സേവേഴ്സിനുള്ള ടൈമാണ്. അത് കഴിഞ്ഞ് നേരെ ഞാൻ കിച്ചണിലോട്ട് പോകും. ആ പോകുന്ന സ്ഥലത്ത് എന്തെങ്കിലും ക്ലട്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വിഷ്വലി കാണുന്ന എന്തെങ്കിലുമൊക്കെ സംഭവം, അതൊരു ചെയർ മറിഞ്ഞ് കിടക്കുക അല്ലെങ്കിൽ തിരിഞ്ഞ് കിടക്കുക, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടായിരിക്കും. ആ ഒരു മെസ്സി ആയിട്ട് കിടക്കുന്ന ഒന്ന് വൃത്തിയാക്കി ഞാൻ പോയി തുടങ്ങി. അപ്പം അവിടെ അത്രയും നീറ്റ്, അതായത് നമ്മൾ ഇപ്പം കിച്ചണിൽ സ്റ്റക്കായി പോയാലും ആരെങ്കിലും വന്നാലും നമ്മുടെ വീട് നീറ്റാണ്. പിന്നെയാണ് ക്ലീനിങ്ങും അടിച്ച് വാരലും എല്ലാം ഒക്കെ നടക്കുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ഒരു ഫസ്റ്റ് അപ്പിയറൻസിൽ ഫസ്റ്റ് ഒരു ഇമ്പ്രഷൻ എന്ന് പറയുന്നത് അത് സൂപ്പറായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് പിന്നെ നമുക്ക് തന്നെ കാണുമ്പോൾ നീറ്റായിട്ടുള്ളൊരു ഹോം അല്ലെങ്കിൽ നീറ്റായിട്ടുള്ളൊരു വീടെന്ന് പറയുന്നത് നമുക്കൊരു പോസിറ്റീവ് വൈബാണ്, പോസിറ്റീവ് എനർജിയാണ്. സോ ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മാസമേ ആയുള്ളൂ. ഇറ്റ്സ് വെരി 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 എഫക്റ്റീവ്, വെരി പ്രൊഡക്റ്റീവ് ആക്കാൻ എനിക്ക് പറ്റിയൊരു റുട്ടീനാണ് ഈ സേവേഴ്സ്, എൻ്റെ ഈ മോർണിംഗ് റുട്ടീൻ. സേവേഴ്സ് ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് കുറേ ടൈം കിട്ടിയത്. അത് സേവേഴ്സ് ഇൻക്ലൂഡ് ചെയ്തത് മാത്രമല്ല, ടൈം ഞാൻ മാനേജ് ചെയ്തു. 5 മിനിറ്റ്സ് മാത്രം ഞാൻ ചെയ്തു. നമ്മൾ ഏതൊരു കാര്യവും ചെയ്യാൻ മടിക്കുന്നത് കുറേ സമയമായി പോകുമല്ലോ. നേരത്തെ അങ്ങനെയൊക്കെ ആയിരുന്നു, ഞാൻ വായിക്കായിരുന്ന അരമണിക്കൂർ അങ്ങനെ പോകും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഞാൻ അതിന് ടൈമർ സെറ്റ് ചെയ്തു. എനിക്ക് തന്നെ ഒരു കൺട്രോൾ ചെയ്തു. അപ്പം എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്, എന്നാൽ എല്ലാം അമിതമാവുന്നില്ല. എനിക്കുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. സോ ഐ ആം വെരി ഹാപ്പി. ഹെൽത്തി ഡയറ്റൊക്കെ ഫുഡൊക്കെ എനിക്ക് കഴിക്കാനും അതൊക്കെ പ്രിപ്പയർ ചെയ്യാനും കിച്ചണിൽ നേരത്തെ ഒന്നും അങ്ങനെ അമ്മയെ ഹെൽപ്പ് ചെയ്യും, അങ്ങനെയല്ലാതെ എനിക്ക് ഒന്നും ഉണ്ടാക്കാനുള്ളൊരു ടൈം തന്നെ കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഞാൻ എനിക്കുള്ള ഫുഡും അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് കൊടുക്കാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഇതുപോലെ ഹെൽത്തി ഫുഡ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് എനിക്ക് ഈ ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള മോർണിംഗ് റുട്ടീൻ ചെയ്തതിന് ശേഷമാണ്. സോ ഇങ്ങനെ ഒരു അരമണിക്കൂർ നിങ്ങൾ ചെയ്തു നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരും. ടൈമില്ല എന്ന് പറയുന്ന എല്ലാവരും, ഞാനൊരു വർക്കിംഗ് വുമനാണ്, ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. ബട്ട് ഞാൻ ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ടൈമിനനുസരിച്ച് ഞാൻ ടൈം മാനേജ് ചെയ്ത് ഞാൻ ഇതൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് പറ്റും. നമ്മൾ എല്ലാ കാര്യത്തിനും എനിക്ക് പറ്റില്ല അങ്ങനെ നമ്മൾ മാറ്റി വയ്ക്കാതെ എന്നെക്കൊണ്ട് പറ്റും, എനിക്ക് കിട്ടുന്ന ടൈമിൽ എനിക്ക് മാക്സിമം എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു ഉറച്ച മനസ്സോടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് പറ്റിയെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായും പറ്റും. അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കാണുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളെപ്പോലെ നിങ്ങളിൽ ഒരാളായിരുന്നു. എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ പല കാര്യങ്ങളും മാറ്റിവെച്ചു. ഞാൻ എൻ്റെ ലൈഫ് കുറേ ദിവസം എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, വീട്ടിൽ വരുന്നു, അങ്ങനെ വേസ്റ്റ് ചെയ്തതാണ്. ബട്ട് ഈ ഒരു സേവേഴ്സ് ഹാഫ് ആൻ അവർ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഒരുപാട് മാറ്റം എൻ്റെ ലൈഫിലുണ്ടായി. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്കും പറ്റും. താങ്ക് യു സോ മച്ച് ഫോർ ഹിയറിങ് മീ. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സോ നിങ്ങളിൽ ഒരാൾക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടായെന്നറിഞ്ഞാൽ ഐ വിൽ ബി വെരി ഹാപ്പി. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.